എല്ലാ കൃഷിദർശൻ പ്രേക്ഷകർക്കും തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നവവത്സര ആശംസകളും നേരുന്നു. ഇന്നത്തെ വിഷയം പയർവർഗ വിളകളെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മോട് സംസാരിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അതിഥിയായി എത്തിയിരിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഫാം ജേർണലിസ്റ്റും കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറും കർഷകശ്രീ മാസികയുടെ ജനനം മുതൽ ഇന്നേ വരെ ചോദ്യം ഉത്തരം പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ആളുമായ ശ്രീ ജി വിശ്വനാഥൻ നായർ സാർ അവരുകളാണ്. അദ്ദേഹത്തോട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഈ പരിപാടിയിലേക്ക് സ്വാഗതം സാർ. ഈ 2015 എന്ന് പറയുന്ന വർഷം തന്നെ മണ്ണിൻ്റെ സംരക്ഷണത്തിനുള്ളൊരു വർഷം കൂടിയാണ്. ഈ മണ്ണിനെപ്പറ്റിയും കൃഷിയെപ്പറ്റിയും നമ്മൾ സംസാരിക്കുമ്പോൾ മണ്ണിനും മനുഷ്യനും ആവശ്യമായിട്ടുള്ള ഒരു വിളയാണ് പയറുവർഗ്ഗങ്ങൾ. ഈ പയറുവർഗ്ഗത്തെപ്പറ്റി സാധാരണ കേരളത്തിൽ ഈ പയർ കൃഷി ഒട്ടുമില്ലെങ്കിലും കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും പയറുവർഗ്ഗം ഒരു പോഷകാഹാര കുറവ് നികത്തുന്നതിന് വേണ്ടി പണ്ടുകാലം മുതലേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ പയറുവർഗ്ഗ വിളകളാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളതും കൃഷി ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനങ്ങൾ? മലയാളികളുടെ നിത്യാഹാരത്തിൽ അളവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ധാന്യങ്ങളാണ്. ധാന്യത്തിൽ നമുക്കറിയാം കൂടുതലായി അടങ്ങിയിട്ടുള്ളത് അന്നജമാണ്. അന്നജം കഴിഞ്ഞാൽ പോഷക സമ്പന്നമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെയും ആരോഗ്യത്തിന് അന്വേഷണീയമായ സസ്യമൂലകം അല്ലെങ്കിൽ ഭക്ഷ്യമൂലകം പോഷകമൂലകം എന്ന് പറഞ്ഞത് മാംസ്യമാണ്. മാംസ്യം സമ്പന്നമായ മാംസ്യാംശം അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ സമ്പന്നമായ ശേഖരമാണ് പയറുവർഗ്ഗ വിളകളിലുള്ളത്. കേരളം ഒരു കാലത്ത് പയറുവർഗ്ഗ വിളകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ആർജിച്ചിട്ടില്ലെങ്കിലും ഇന്നത്തെ ഇത് കൂടുതൽ സ്ഥലത്ത് കൃഷിയും ഉൽപ്പാദനവും നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പല കാരണങ്ങളാലും കൃഷി പല രംഗത്തും പുറകോട്ട് പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പയറുവർഗ്ഗ വിളകളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നാം ഇപ്പം വളരെ പുറകിലായിരിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്കും മണ്ണിനും ഏറ്റവും അനുയോജ്യമായ സമൃദ്ധമായി ഒരുപക്ഷെ വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ സ്വയം പര്യാപ്തതയിലെത്തിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള പയറുവർഗ്ഗ വിളകളായി ഇവിടെ നമുക്ക് പരമ്പരാഗതമായി തന്നെ കൃഷി ചെയ്തു പോരുന്നവ വൻപയർ, ചെറുപയർ, ഉഴുന്ന്, തോരപ്പരിപ്പ്, കടല, അതുപോലുള്ള മുതിരയും മറ്റ് പയറുവർഗ്ഗ വിളകളൊക്കെ തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ വിസ്തൃതമായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നില്ല എന്ന് പറയാം. എങ്കിൽ തന്നെ നിത്യവഴുതനയും ചതുരപ്പയറും സോയാബീനും ഒക്കെ നമ്മുടെ നാട്ടിൽ പയറുവർഗ്ഗ വിളകളായിട്ട് നമ്മളിന്ന് കൃഷി ചെയ്ത് ഉൽപ്പാദനം നടത്തിപ്പോരുന്നുണ്ട്. അത് വ്യാപകമാക്കുകയും അത് നമ്മളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ച് കേരളത്തെ ഈ ആവശ്യത്തിന് അന്യ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളെ ആശ്രയിക്കാനിടയാകാതെ അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് കുറച്ചു കൊണ്ടുവരികയും ചെയ്യത്തക്ക വിധത്തിൽ ഒരു തന്ത്രം ആവിഷ്കരിച്ച് കൃഷിയിൽ നാം മുന്നേറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണ്ണിനും മനുഷ്യൻ്റെയും ആരോഗ്യത്തിന് അപേക്ഷണീയമായ പയറുവർഗ്ഗ വിളകളുടെ ഉൽപ്പാദന വർധനവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു തീവ്ര ശ്രമം തന്നെ ഈ 2015 ആരംഭിച്ച് അധികം വൈകാതെ സ്വയം പര്യാപ്തത്തിലെത്താൻ നമുക്ക് കഴിയണമെന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് പ്രാരംഭമായി ഞാൻ എല്ലാവരോടുമായി അപേക്ഷിക്കുന്നത്. ഇതിലൊരു കാര്യം, നമ്മൾ സാധാരണ വിളകൾ കൃഷി ചെയ്യുമ്പോൾ ആ വിളകളെല്ലാം തന്നെ മണ്ണിൽ നിന്നും പോഷകാംശങ്ങൾ അല്ലെങ്കിൽ പോഷകമൂല്യങ്ങൾ വലിച്ചെടുത്ത് വളരുന്നു. അതേസമയത്ത് പയറുവർഗ്ഗ ചെടികളാണെങ്കിൽ അത് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ സ്വീകരിച്ച് ഈ പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ സംഭരിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഈ പയറുവർഗ്ഗ വിളകൾക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് മണ്ണിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാനുണ്ടായ കാരണം. മണ്ണിൽ ഈ വർഗ്ഗ ചെടികൾക്ക് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ. അന്തരീക്ഷ പാകീയത്തെ ആഗിരണം ചെയ്ത് ഈ പയറുവർഗ്ഗ വിളകളുടെ വേരുകളിൽ കടന്ന മുഴകൾ, അതിന് മൂലാർബുദം എന്ന് സസ്യശാസ്ത്രത്തിൽ പറയും.
അതിൽ റൈസോബിയം എന്ന് പറഞ്ഞ പേരിലുള്ള ആ അണുക്കൾ ശേഖരിച്ച് സൂക്ഷിച്ച് അത് വീണ്ടും മണ്ണിലേക്ക് ലയിപ്പിക്കുമ്പോൾ മണ്ണിലെ ഫലഭൂയിഷ്ഠത, പ്രത്യേകിച്ച് പാക്യനകത്തിൻ്റെ അത്യന്താപേക്ഷിതമായ സസ്യ വളർച്ചയ്ക്ക് അനുപേക്ഷണീയമായ 3 പ്രധാനപ്പെട്ട അധിക അളവിൽ വേണ്ട മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഇത് 3ഉമാണ്. അതിൽ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഒരു വിളക്കാലത്ത് 1 ഹെക്ടർ സ്ഥലത്ത് 50 മുതൽ 60 കിലോഗ്രാം വരെ നൈട്രജൻ അന്തരീക്ഷ പാക്യജനകം ആഗിരണം ചെയ്ത് ശേഖരിച്ചു വെച്ച് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്നു എന്നുള്ളത് ഈ വിളകളുടെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. ഈ സാധാരണ ഈ പയറുവർഗ്ഗത്തെ പാവപ്പെട്ടവരുടെ മാംസം എന്നാണ് പറയപ്പെടുന്നത്. അതേ സമയത്ത് തന്നെ ഈ പാവപ്പെട്ടവർ ഇത് ധാരാളം കഴിക്കുന്നുമുണ്ട്. ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സാധനമാണ് ഇഡ്ഡലി, ദോശ, അതുമാതിരി പരിപ്പ് വട. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ ഉഴുന്ന് നിന്നും ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഉഴുന്നില്ലാതെ ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാൻ പറ്റില്ല. ഉഴുന്ന് വടയും അതുപോലെ തന്നെ പരിപ്പ് വട. മലയാളം സംബന്ധിച്ചിടത്തോളം പുട്ട്, പയർ, പപ്പടം. ഇതിലും അരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് പയറും ഉഴുന്ന് ചേർന്ന പപ്പടവുമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്ന ഈ അവസരത്തിൽ പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടോ ഈ കൃഷി മുന്നോട്ട് പോകുന്നുണ്ട്. പാലക്കാട് ജില്ലകളിൽ മാത്രം കുറച്ച് നിലക്കടലയും അതുമാതിരി മുതിരയും കൃഷി ചെയ്യുന്നുണ്ട്. എന്താണ് അതിനുള്ള നമ്മുടെ ഈ മുൻകാലങ്ങളിൽ ഇത് ധാരാളമായിട്ട് ഇത് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. വിശേഷം 2ാം വിള കഴിഞ്ഞ പാടത്തും പറമ്പിലും എല്ലാം തന്നെ ഇത് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. പയർ വർഗ്ഗത്തിൽപ്പെട്ട ഇതൊരു വൻപയറും അതുപോലെ തന്നെ മലയാളിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് വൻപയർ. ഇതൊന്നും ഇന്ന് ഈ രീതിയിൽ ഇവിടെ കൃഷി ചെയ്ത് കാണുന്നില്ല. അതൊന്ന് പിന്നാക്കം പോകാനൊരു പ്രധാന കാരണം എന്താണ്? മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്തതും പലപ്പോഴും ഉണ്ടാകുന്ന കാർഷിക കാലാവസ്ഥാ ഘടകങ്ങളാൽ ഉണ്ടാകുന്ന പരാജയങ്ങളിൽ കൂടി ഉണ്ടാകുന്ന നഷ്ടം നികത്തുവാനുള്ള സാധ്യതയില്ലാതെ വരുമ്പോൾ പിന്നെ നമ്മളുടെ ജീവിതശൈലിയിലൊക്കെ ഒന്ന് മാറ്റം കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ കാർഷിക വൃത്തിയിൽ വളരെ ആത്മാർത്ഥമായി തന്നെ പങ്കെടുത്തിരുന്ന ആളുകൾ തന്നെ പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ സ്ഥിതിയെ കാര്യമായ മാറ്റം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ്, കാർഷിക വികസന പദ്ധതികളാണ് ഇന്ന് നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം വീണ്ടെടുക്കുവാൻ വേണ്ടി കൃഷിയിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളത് വളരെ നിർബന്ധമാക്കണം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നിത്യാഹാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വൻപയർ അങ്ങിങ്ങും കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്നല്ലാതെ പഴയമാതിരി കാര്യമായിട്ട് വിസ്തൃതമായ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ അത് കൃഷി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചില വിളകൾ ഏറ്റവും കൂടുതൽ ആവശ്യത്തിനനുസരിച്ച് കൃഷി ചെയ്യാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരുപക്ഷെ നടന്നു എന്ന് വരികയില്ല. ഏതായാലും വൻപയറും ഉഴുന്നും മുതിരയും ചെറുപയറും മറ്റു പയറുവർഗ്ഗ വിളകളും നമുക്ക് ആവശ്യത്തിനുള്ളത് അല്ലെങ്കിൽ ഇന്നത്തേത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. നമുക്ക് വാസ്തവത്തിൽ ഈ ആവശ്യത്തിന് സ്ഥലപരിമിതിയില്ല എന്നുള്ളതാണ് മറ്റൊരു ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അത്ഭുതം തോന്നാം. അതൊരു വസ്തുത യാഥാർത്ഥ്യതാണ്. കൃഷി ചെയ്ത് അതായത് പ്രധാനമായിട്ട് പാടങ്ങളിൽ നെൽകൃഷി നടത്തി കഴിഞ്ഞിട്ട് വിരിപ്പും മുണ്ടകനും ഒക്കെ കൃഷി കഴിഞ്ഞ് തരിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് പണ്ട് കാലത്ത് കൃഷി ചെയ്തിരുന്നു. എന്തുകൊണ്ട് അത് വീണ്ടും നമുക്ക് ആരംഭിച്ചുകൂടാ? ആ കൃഷിക്ക് പുറമേ ഇടവിളകളായിട്ട് നമ്മുടെ തെങ്ങിൻതോപ്പിലോ അതുപോലെ മറ്റു വിളകൾ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്തും ഇടവിളകളായിട്ട് സമൃദ്ധമായിട്ട് ആദായം ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമുക്ക് പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യാം. മറ്റു വിളകൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ പയറു വിത്തിനങ്ങളും കൃഷി ഇറക്കി അവിടെയും നമുക്ക് കൃഷി വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഇത് ആഹാര സാധനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും കൃഷിസ്ഥല വിസ്തീർണം വർദ്ധിപ്പിക്കുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിൽ കൂടി നമുക്ക് കാര്യമായൊരു മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനുള്ള ശ്രമമാണ് നമുക്കുണ്ടാകേണ്ടത്. സ്ഥലമുണ്ട്, സ്ഥലം ഒട്ടും തരിച്ചിടരുത്. അവിടെ അനുയോജ്യമായ പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രംഗത്ത് നല്ലൊരു നാളെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൽ നമ്മൾ ശ്രമിക്കണം. മറ്റു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം സാധാരണ ഈ പയറുവർഗ്ഗ കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ 2ാം വിള കഴിഞ്ഞ പാടത്തായിരുന്നാലും ശരി, നമ്മുടെ തെങ്ങിൻ തൊപ്പിലായിരുന്നാലും ശരി,
മരച്ചീനിയുടെ ഇടവിളയായിരുന്നാലും ശരി. പണ്ട് മരച്ചീനിയുടെ ഇടവിളയിൽ ഈ മുതിര വിതയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പാടത്ത് ഉഴുന്നോ പയറോ കൃഷി ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കൃഷി ചെയ്ത് ആദായം നേടാവുന്ന ഒരു വിളയാണ് ഈ പയറുവർഗ്ഗം. വിതയ്ക്കുക അനുകൂല കാലാവസ്ഥയിൽ നമ്മൾ വിതച്ചു കൊടുത്താൽ മാത്രം മതി. മറ്റ് കീടരോഗങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇതിൽ നിന്നും നല്ല ഒരു ആദായം നമുക്ക് ലഭിക്കും. 5 കിലോ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്നും നമുക്ക് 100 കിലോ ആദായം കിട്ടിയെന്ന് വരും. എന്നിട്ടും ഇത് കൃഷി ചെയ്യാൻ ആരും മുന്നോട്ട് വരുന്നില്ല. അത് വിത്തിൻ്റെ അപര്യാപ്തതയാണോ അഥവാ കേരളത്തിൽ അനുയോജ്യമായിട്ടുള്ള പയറിനങ്ങൾ? ഇപ്പോൾ ഇപ്പം ഉഴുന്നും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതേസമയത്ത് പച്ചപ്പയർ, നമ്മുടെ ഈ ചെറുപയർ എന്ന് പറയുന്ന പച്ചപ്പയർ ഇവിടെ വ്യാപകമായിട്ടുള്ള ഒട്ടും തന്നെ കൃഷിയില്ല എന്ന് പറയാം. പക്ഷേ അതിനെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാലും ഈ വൻപയർ, ഉഴുന്ന് ഇവയെ കൃഷി ചെയ്യുന്നതിന് CO3 പോലുള്ള ചില വിത്തുകളുണ്ട് ഈ വൻപയറിൽ. ഇവ കൃഷി ചെയ്യുന്നതിനുള്ള വിത്തിൻ്റെ അപര്യാപ്തത കൊണ്ടോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ രംഗത്തുള്ളതായിട്ട് സാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പയറുവർഗ്ഗ ഇനങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേകതയുള്ള നമുക്ക് ഹ്രസ്വകാല വിളകളാണ്. അങ്ങനെ ദീർഘകാല വിള എന്ന് പറയേണ്ട തരത്തിലുള്ളത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ കൃഷി ചെയ്യുന്ന, നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന വൻപയറായാലും ഉഴുന്നായാലും ചെറുപയറായാലും തുവരയായാലും മുതിരയായാലും എല്ലാം ഹ്രസ്വകാല വിളകളാണ്. അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് നല്ല വിളവ് കിട്ടുന്നതോടൊപ്പം തന്നെ നല്ല ആദായവും കിട്ടുവാൻ സാധ്യതയുള്ളതാണ് പയറുവർഗ്ഗ വിള കൃഷി. കൃഷി സ്ഥലത്തിനിവിടെ ബുദ്ധിമുട്ടുമില്ല. ആ കൃഷിസ്ഥലം കണ്ടെത്തി ഇന്ന് കാർഷിക രംഗത്ത് പ്രത്യേകിച്ച് സാമൂഹ്യമായിട്ടുള്ള കൃഷിയുടെ ആ മേഖലയെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ അടുത്ത കാലത്ത് നേരിട്ടിട്ടുണ്ട്. ഏതെങ്കിലും കാർഷിക മേഖലയിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന യന്ത്രവൽക്കരണം, അപ്പോൾ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ അത് ഒരു വിധത്തിൽ സഹായിക്കും. അതോടൊപ്പം തന്നെ കൃഷി കുറച്ചുകൂടെ കാര്യക്ഷമമായി നടത്തുവാനും സഹായിക്കും. തന്നെയുമല്ല കൃഷിച്ചെലവ് കുറച്ച് ആദായകരമാക്കുവാനും കൃഷിപ്പണി പ്രത്യേകം തീർക്കാനും അതിന് കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പുതിയ ബോധവൽക്കരണം, അതിനെക്കുറിച്ചുള്ള ചെറിയ അറിവ് കൃഷിക്കാരിലേക്ക് പകർത്തി അവർക്കതിനാവശ്യമായ എല്ലാ ഉപാധികളും യഥാസമയം ലഭ്യമാക്കുകയാണെങ്കിൽ ഈ രംഗത്ത് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പയറുവർഗ്ഗ ഇനങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് പ്രധാനമായിട്ടുള്ള ഈ നമ്മളിപ്പോൾ പേരെടുത്ത് പറഞ്ഞ ആ പയറുവർഗ്ഗങ്ങളൊക്കെ തന്നെ കുറ്റിപ്പയർ, അല്ലെങ്കിൽ ഭാഗികമായിട്ട് ചെറിയ തോതിൽ പടർന്നു വളരുന്നവ, നല്ല തോതിൽ തന്നെ പടർന്നു വളരുന്നവ, ഇങ്ങനെ 3 ഇനത്തിൽ ആ ചെടികളെ നമുക്ക് വിഭജിക്കാം, തിരിക്കാം. സാറ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ പച്ചക്കറി കൃഷിക്ക് ഇപ്പം കേരളത്തിൽ ആകമാനം ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പച്ചക്കറി വിളകളുടെ ഒപ്പം തന്നെ ഈ കുറ്റിപ്പയർ എന്ന് പറയുന്ന ബുഷ് ബീൻസ്, പിന്നെ നീളപ്പയർ, ഇതെല്ലാം തന്നെ നമ്മുടെ പയറുവർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഈ ഒരു തരത്തിലെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോഷകാഹാര കുറവ് പരിഹരിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അതുകൊണ്ട് തികയുന്നില്ല. അതിനുകൊണ്ട് നമ്മൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ ഇത് ഇറക്കുമതി ചെയ്യുക. ആ ഇറക്കുമതി കുറച്ചുകൊണ്ട് വരികയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പുതുതായിട്ടുള്ള പുത്തൻ പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽ തന്നെ അതേ സമയത്ത് തന്നെ പറിച്ച് ഉപയോഗിക്കുകയും നമ്മുടെ സ്ഥലം കൂടുതൽ ഉപയോഗിച്ച് അത് ലാഭത്തിൽ അല്ലെങ്കിൽ ആദായത്തിൽ എത്തിക്കുകയും ചെയ്താൽ ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും ആദായത്തിൻ്റെ കാര്യത്തിലും നമുക്ക് കൂടുതൽ സഹായകമാവുന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പാട്ടത്ത് സ്വന്തം ഭൂമിയില്ലാത്തവർക്ക് പാട്ടത്തിന് ആ സ്ഥലമെടുത്ത് കൃഷി ചെയ്യാം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ധാരാളം അങ്ങനെ കൃഷിക്കാരന് ഉടമസ്ഥർ സന്നദ്ധരാണ് അങ്ങനെയുള്ള ആവശ്യത്തിന് ഈ സ്ഥലം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ കുറ്റിപ്പയറത്തിനൊക്കെ നമുക്ക് പുതിയ ധാരാളം ഇനങ്ങൾ ഇപ്പം നല്ല വിളവ് കിട്ടുന്ന മുന്തിയ ഇനങ്ങൾ കേരളത്തിൽ ഇന്ന് ഉണ്ട് എന്ന് പറയപ്പെടുന്നല്ലാതെ അതിൻ്റെ ലഭ്യത യഥാസമയം കൃഷിക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അത് നമ്മൾ നീളം പയറുണ്ട്, മറ്റേ ഇനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് കുറ്റിപ്പയറിന് നമുക്ക് ഭാഗ്യലക്ഷ്മിയുണ്ട്, പൂസ ബർസാത്തിയുണ്ട്, പൂസ കോമളുണ്ട്. അതുപോലെ തന്നെ ഭാഗികമായിട്ട് അധികം പടർന്ന് വളരാത്ത ഇനങ്ങളുണ്ട്, വരുൺ, അതുപോലെ ഗരിമ, അനശ്വര, ഈ തരത്തിലുള്ള ഇനങ്ങളൊക്കെ തന്നെ ആ വിഭാഗത്തിൽപ്പെടുന്ന. ഈ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും കൂടുതൽ ഇനങ്ങളുള്ളതും ഈ പടർന്നു വളരുന്ന സസ്യങ്ങളുള്ള. പടർന്നു വളരുന്ന സസ്യങ്ങളിൽ പ്രധാനമായിട്ടും ശാരിക, ലോല, മാലിക, വയലത്തൂർ ലോക്കൽ, വൈജയന്തി, ഈവൻ നമ്മുടെ കഞ്ഞിക്കുഴിപ്പയർ, ഇതൊക്കെ ആ തരത്തിലുള്ള കൃഷിക്കാരൻ്റെ കണ്ടുപിടുത്തേ കഞ്ഞിക്കുഴിപ്പയർ. അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ
കൃഷി ചെയ്യുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട അടുക്കളത്തോട്ടങ്ങളിലും നമ്മുടെ ടെറസുകളിലും അവരവരുടെ നമ്മുടെ വീട്ടിലെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ശ്രമം അഭിനന്ദനീയമാണ്. അതിപ്പോൾ നടക്കുന്നുണ്ട്. അതിനുള്ള വിത്തിപ്പം ലഭ്യത സാധാരണ കിട്ടുന്നുണ്ട്. ഇപ്പം പല പ്രസിദ്ധീകരണങ്ങളുടെയും കൂട്ടത്തിൽ തന്നെ സൗജന്യമായിട്ട് ഈ വിത്തുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തുവരപ്പരിപ്പ് പണ്ട് നമ്മുടെ വേലി ഓരങ്ങളിലും ഈ മരച്ചീനി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തുവരപ്പരിപ്പ് കൃഷി ഉണ്ടായിരുന്നു. ഈ തുവരപ്പരിപ്പെന്ന് പറയുന്നത് ഇന്ന് തന്നെ വളരെയേറെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് മായം ചേർത്ത സാധനങ്ങളാണ്. നമ്മുടെ സാമ്പാർ പരിപ്പ്, പിന്നെ വടപ്പരിപ്പ്, ഇതെല്ലാം തന്നെ നമുക്ക് സ്വന്തമായിട്ടെങ്കിലും കുറച്ച് കൃഷി ചെയ്യുന്ന ആ ഒരു പ്രവണത ഇന്ന് തീർത്തും മാറിയിരിക്കുന്നു. അതെന്താണ്, വിത്തിൻ്റെ ലഭ്യത കുറവാണോ, അതോ ഈ ആൾക്കാർ അതിൽ ചെയ്യാൻ മടിക്കുന്ന? അല്ല, പരമ്പരാഗത മേഖലയിൽ ഇപ്പോഴും ആ കൃഷി കുറഞ്ഞ തോതിൽ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ കൃഷിക്കുണ്ടായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ പഴയ മാതിരിയുള്ള രീതി കൃഷിയിൽ താല്പര്യമല്ലാത്ത നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ആ താല്പര്യക്കുറവാണ് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത്. അതിനെന്തെങ്കിലും കാരണങ്ങൾ പറയാനുമുണ്ട്. ആ കാരണങ്ങൾ പരിഹരിച്ചിട്ടൊരു മുന്നേറ്റം പ്രത്യേകിച്ച് അടുക്കളത്തോട്ട കൃഷി, പച്ചക്കറി കൃഷിയിൽ ഇപ്പോൾ അങ്ങനൊരു പ്രവണത വന്നിട്ടുണ്ട്. അത് വളർത്തിയെടുത്തുകൊണ്ട് നമുക്കിത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ തോരപ്പരിപ്പ് തന്നെ നമ്മുടെ കൃഷിയാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയത്തില്ല. എന്നാലും പാലക്കാട് ജില്ലയാണെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് ഏറ്റവും കൂടുതൽ പയർവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് 8000 ഹെക്ടർ സ്ഥലത്തോറ്റം ഇപ്പോൾ അവിടെ കൃഷിയുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് പാടങ്ങളിലെ വരമ്പുകളിൽ അവർ തോരപ്പരിപ്പ് നട്ടു വളർത്തി അവരുടെ ആവശ്യത്തിനുള്ളത് അവർ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാർക്കറ്റ് കൊടുക്കത്തക്കാണോ ഒരു അധിക മിച്ചം അതിൽ നിന്ന് എടുക്കാൻ ആവശ്യം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു വിളവ് അല്ലെങ്കിൽ ആ രീതിയിൽ അവർ കൃഷി ചെയ്യുന്നില്ല. അതിന് പറ്റിയ പര്യാപ്തമായ അനുകൂലമായ സാഹചര്യവും അതിനുള്ള സ്ഥലവും അതിനുള്ള ചുറ്റുപാടും കണ്ടുപിടിച്ചുകൊണ്ട് കൈവശ ഭൂമി അത് നടക്കും എന്നുള്ള ബോധ്യം കഴിഞ്ഞാൽ 3-4 മാസം കൊണ്ട് നമുക്ക് നല്ല ആദായം ഉണ്ടാക്കാൻ കഴിയും. ഇതെല്ലാം അതുപോലെ തന്നെ ഈ പർവ്വതത്തിൽപ്പെട്ടാണല്ലോ ഈ കടല എന്ന് പറയുന്നത്. കടലയും അത് ഈ കേരളത്തിൽ അപൂർവമായിട്ടുണ്ട്. ഈ പാലക്കാട് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിന് പ്രത്യേകിച്ച് മണ്ണോ അല്ലെങ്കിൽ അതിനുള്ള കൃഷി രീതികളൊക്കെ മാറ്റമുണ്ടോ? ഈ പാലക്കാടിൻ്റെ കാലാവസ്ഥയാണോ തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന ആ കാലാവസ്ഥയാണോ അതിനുള്ള ഇത്? അതാണ് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ. അപ്പോൾ ഏതായാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പയറുവർഗ്ഗ വിളകളൊക്കെ ദുർബല സസ്യങ്ങളാണ്, ഹ്രസ്വകാല വിളകളാണ്. അത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്തേക്ക് ഒട്ടും പറ്റിയതല്ല. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത പ്രദേശത്ത് അധിക ഈർപ്പമില്ലാത്തടത്ത് അതേ സമയത്ത് വളർച്ചയുടെ ഘട്ടത്തിൽ ആവശ്യമായ മിതമായ തോതിൽ ഈർപ്പാംശം മണ്ണ് കിട്ടത്തക്ക വിധത്തിലുള്ള ആ സാഹചര്യത്തിലുള്ള ആ ഭൂമി കണ്ടുപിടിച്ച് അവിടെ വേണം പയറുവർഗ്ഗങ്ങളൊക്കെ തന്നെ കൃഷി ചെയ്യാൻ. അപ്പോൾ ഈ ഇതിനുള്ള സാഹചര്യം ഉള്ള സ്ഥലങ്ങൾ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തിരുന്ന സ്ഥലം നമ്മളൊന്ന് പുനരുജ്ജീവിക്കും. ഹലോ, നമസ്കാരം. നമസ്കാരം. എനിക്ക് 10-30 സെന്റ് സ്ഥലമുണ്ട്. അവിടെ പയറ്, ഉഴുന്ന്, മുതിര, ഈ 3 കൃഷി ചെയ്താൽ ഒരു ആഗ്രഹമുണ്ട്. ദയവായി പേര് പറയാം, സ്ഥലവും പേരും പറയണം. രാധാകൃഷ്ണക്കുറുപ്പ്. എവിടെയാ സ്ഥലം? ചെങ്ങന്നൂർ ആലാന്ന് പറയും. ശരി, ഓക്കെ. ചോദിക്കണം. എനിക്ക് പയറ്, ഉഴുന്ന്, മുതിര ഈ 3 കൃഷി നടത്തണമെന്നുണ്ട്. അതിന് വിത്ത് എനിക്ക് ഇവിടെ കിട്ടും. ഒരു 40 സെന്റ് സ്ഥലം എനിക്ക് ആറിനോട് ചേർന്ന് തകഴി പ്രദേശമാണ്. അല്ല, തൽക്കാലം ആവശ്യത്തിലുള്ള വിത്ത് അവിടെ ആ പ്രദേശത്ത് തന്നെ കൃഷി ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ഏതെങ്കിലും കൃഷിക്കാരുണ്ടെങ്കിൽ ഇല്ല, അങ്ങനത്തെ കൃഷി പ്രദേശത്തില്ല. മുതിര കൃഷി അല്ല, ഇത് എള്ളു കൃഷി ചെയ്തിരുന്ന ഈ സ്ഥലത്ത്. ഇപ്പൊ അന്ന് ഞാൻ കായംകുളത്ത് എള്ളു വിത്ത് കിട്ടിയത്. പക്ഷെ ഇതിപ്പോ എനിക്ക് ഇത്രയും സ്ഥലം ചെയ്യാൻ വിത്ത് ഞാൻ അപ്പൊ കൃഷിഭവനിൽ ചോദിച്ചിട്ട് അവിടുന്ന് കിട്ടുന്നില്ല. അപ്പൊ ഏതായാലും അഗ്രികൾച്ചർ ഫാം ഉണ്ട്, അവിടെ ചോദിച്ചപ്പോ അവിടുന്ന് അത്രയും വിത്തില്ല, ഒരു ചെറിയ പാക്കറ്റ് വിത്തുകളേ ഉള്ളൂ. ഏതായാലും ഉള്ളത് അവിടുന്ന് വാങ്ങിച്ച്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിത്ത് കൈവശം ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് നമുക്കൊരു നാഷണൽ സീഡ് കോർപ്പറേഷൻ ഉണ്ട്, സ്റ്റേറ്റ് സീഡ് അതോറിറ്റി ഉണ്ട്. അത് എറണാകുളത്തും തൃശ്ശൂരുമായിട്ടാണ് അതിൻ്റെ കേന്ദ്ര സ്ഥാനങ്ങൾ. അതുകൊണ്ട് വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളം എന്ന് പറഞ്ഞ് പച്ചക്കറി വിത്തുൽപാദനത്തിന് വേണ്ടി മാത്രം, അതിൻ്റെ പ്രൊമോഷന് വേണ്ടി, അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അങ്ങനെയുള്ള ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടാൽ കുറച്ചെങ്കിലും, മുഴുവൻ കിട്ടുമോ എന്ന് എനിക്ക് പറയാൻ വയ്യ, ആ സീസൺ അറിഞ്ഞ് ആ സമയത്ത് ആവശ്യത്തിലുള്ള വിത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട് ശേഖരിക്കാൻ നോക്കുകയും, പിന്നെ കുറച്ചൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നമ്മൾ തൽക്കാലം തുടക്കത്തിൽ വിത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് വിത്ത് അവിടെ നിന്നും നമ്മൾ ശേഖരിക്കേണ്ടി വന്നേക്കാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, അത് ചുരുക്കപ്പേരാണ് VFPCക്ക്. അതിന് 12 ഓഫീസുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇടയ്ക്ക് പറഞ്ഞോട്ടെ.
ഈ ഉഴുന്നും മുതിരയും വേറെ ഏതാ വേണ്ടത്? പയർ, ഈ പച്ചപ്പയറോ? അതോ മൺപയറാണോ? മൺപയർ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? അതെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വിത്തിന് കിടന്ന് അലയേണ്ട ആവശ്യമില്ല. ഈ മുതിര വിത്ത് എന്ന് പറയുന്നത് മിക്കവാറും കടകളിൽ ഇത് കിട്ടും. അതിൽ ആ വിത്ത് നല്ലത് നോക്കി എടുത്തിട്ട് നമുക്ക് തൽക്കാലമായിട്ട് കൃഷി ചെയ്യാം. അത്യുൽപാദന ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെ ഉഴുന്നും നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന സംശയമൊന്നുമില്ല, നല്ല വിത്താണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എവിടെ? കായംകുളത്താണ്. എവിടെ നിന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ. അവിടെ എല്ലാം ഈ മറ്റേ ഉത്സവ സമയങ്ങളിൽ ഇതെല്ലാം ഇതിൻ്റെ വിത്തുകൾ, നാടൻ വിത്തുകൾ അവിടെ വിൽക്കാൻ വച്ചിരിക്കുന്നുണ്ട്. ഈ ഏറ്റുമാനൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇതെല്ലാ സാധനവും വിൽക്കുന്നുണ്ട് ഉത്സവ സമയങ്ങളിൽ. ദയവായിട്ട് അവിടെ നിന്ന് വാങ്ങുക. ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. അത് ഈ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പ്രധാന ക്ഷാമം എന്ന് പറയുന്നത് വിത്ത് കിട്ടുക എന്നുള്ളത്. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ കൃഷി ഈ നമ്മുടെ ഇടയിൽ വ്യാപിപ്പിക്കാതിരിക്കാനുള്ള. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തീറ്റയ്ക്ക് വേണ്ടിയാണെങ്കിലും ഡയറി വകുപ്പ് ഈ CO3 എന്ന് പറഞ്ഞൊരു പയറിന് വളരെ സബ്സിഡി നിരക്കിൽ കൊടുത്തിരുന്നു. വളവും ഇതെല്ലാം കൊടുത്തിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സ്കീം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അത് അതിൻ്റെ ഒരു പ്രചരണവും കാണുന്നില്ല. ആ തരത്തിൽ കൃഷിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ മനുഷ്യർക്കും കൊള്ളാം, കന്നുകാലിക്ക് കൊള്ളാം. ഈ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലല്ല, മറ്റ് രാജ്യങ്ങളിലെല്ലാം ഈ പയറുമൊക്കെ കൃഷി ചെയ്യുന്നതെല്ലാം അനിമൽസിന് വേണ്ടിയാണ്. അതേസമയത്ത് നമ്മുടെ ഇന്ത്യ പിന്നെ ശ്രീലങ്ക, പാകിസ്ഥാൻ അതുപോലുള്ള രാജ്യങ്ങളിലുള്ള മുഴുവൻ ആൾക്കാരും ഇതിൻ്റെ ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഏതൊക്കെ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഈ പച്ചപ്പയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, ഇതെല്ലാം എവിടുന്നാണ് സാർ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും നമുക്ക് അവിടെ നാട്ടിൽ വരുന്നത്? അല്ല, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ സമൃദ്ധമായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഉഴുന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തു പോരുന്നത്. ഇപ്പോൾ കടലയും തോരപ്പരിപ്പും ഒക്കെ തന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രദേശത്തു നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിളകൾക്ക് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾക്ക് നമുക്കിവിടെ ദുർഭിക്ഷതയുണ്ടെന്നറിയാം, ഇല്ലെന്ന് പറയാം. വില കൂടുതലാണ്. വില കൊടുത്താൽ വാങ്ങാൻ നമ്മുടെ കടകളിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ സ്വാദിഷ്ടമായ നമ്മുടെ പ്രദേശത്തെ സാമ്പത്തിക അഭിവൃദ്ധിയെ കൂടെ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നമുക്കൊരു കുറച്ചുകൂടി ഒരു സ്വന്തം കാര്യം നിൽക്കാൻ കഴിയത്തക്കവണ്ണം ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കുവാൻ വേണ്ടി നമ്മളിത് കൃഷി ഇറക്കണമെന്നുള്ള ഈ ആലയിൽ നിന്നുള്ള ആ സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇതിനെവിടുന്ന് വിത്ത് കിട്ടും? ആ വിത്ത് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമം കൃഷിക്കാരുടെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട കൃഷി വകുപ്പുമാതിരിയുള്ള ഏജൻസികളിൽ നിന്നും ഉണ്ടായേ മതിയാകത്തുള്ളൂ. അതിന് ഈ കഴിഞ്ഞ വർഷം തന്നെ ഒരു നല്ല സ്കീം കൃഷി വകുപ്പിനുണ്ട്. 1 കോടി രൂപ അനുവദിച്ചത് 1 ഹെക്ടർ സ്ഥലത്തെ കൃഷിക്ക് 10,000 രൂപ സബ്സിഡി കൊടുക്കാൻ വേണ്ടിയാണ്. അതിപ്പോൾ 3 ഐറ്റം പ്രധാനമായിട്ട് ഉഴുന്ന്, തുവര, വൻപയർ ഇത് കൃഷി ചെയ്യാൻ വേണ്ടി പാലക്കാട് ജില്ലയിൽ അവർ 250 ഹെക്ടർ സ്ഥലത്തെ കൃഷിക്ക് വേണ്ടി ഈ തുക 25 ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. പണ്ടിത് സാർവത്രികമായിട്ട് കേരളത്തിലൊട്ടാകെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്നത്തെ ആ ഒരു ഉത്സാഹം, ഒരു പ്രോത്സാഹനം ഇന്നിപ്പോൾ പലയിടത്തും കാണുന്നില്ല. ഇത് പുനരുജ്ജീവിപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഇത് പുനരാരംഭിച്ചാൽ മതിയാകും. ഏതായാലും ഈ നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആ പ്രോജക്റ്റുകളിൽ സർക്കാർ പിന്നെ ആവിഷ്കരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളിലും ഈ പയറുവർഗ്ഗ കൃഷിക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും അതുപോലെ തന്നെ മണ്ണിനും മനുഷ്യനും ആവശ്യമായ ഈ പയറുവർഗ്ഗ ചെടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട പദ്ധതികൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ആ അതിഥിയുടെ വിലാസം ഞാൻ വായിക്കാം. ഈ വിശ്വനാഥൻ നായർ, വൈശാഖം, ഈരയിൽ കടവ്, കോട്ടയം 68601. ഫോൺ നമ്പർ 9749031660. ഒരിക്കൽ കൂടി ഫോൺ നമ്പർ പറയാം. 9749031660. ഏതായാലും സാർ, ഈ ഒരു വിഷയം നമുക്ക് സമയപരിമിതി മൂലം ഒരുപാട് കാളുകൾ വന്നെങ്കിൽ നമുക്കത് എടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വിഷയം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് ഒരു കൃഷിയിലേക്ക്, വിശേഷിച്ചും ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഈ പയറുവർഗ്ഗ കൃഷികൾക്കുമുണ്ട്. ഇതിനുള്ള ഒരു ആർജവം കേരളത്തിലെ കൃഷിക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഇന്നവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം.
KSFE ഭാഗ്യശ്രേയസ് ചിട്ടികൾ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവ കൃഷി മികവിന് അവാർഡ്. വിള ഇൻഷുറൻസ് പദ്ധതിക്ക് പുതിയ മുഖം. റബ്ബർ കൃഷിയിൽ പരിശീലനം ജനുവരി 5 മുതൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 3 ജൈവ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾക്ക് 10 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം എന്നീ ക്രമത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾക്ക് സമ്മാനം നൽകും. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികച്ച 3 ജൈവ കാർഷിക പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്കും പ്രത്യേക മത്സരം സംഘടിപ്പിക്കും. 2015 ഓഗസ്റ്റ് 1 സമ്പൂർണ്ണ ജൈവ കാർഷിക മേഖലയാകുന്ന പഞ്ചായത്തുകളെയാണ് മത്സരത്തിന് അർഹമാക്കുന്നത്. 82ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിൽ സംഘടിപ്പിച്ച കാർഷിക മൃഗസംരക്ഷണ മേള ആകർഷകമായി. വിവിധ സർക്കാർ ഫാമുകൾ നടീൽ വസ്തുക്കൾ പ്രദർശനത്തിനൊരുക്കിയിരുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും രാസവളം കുറയ്ക്കുന്നതിനുമായുള്ള PGPR മിക്സ് 1, കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം വിത്തുകൾ, കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രത്തിന്റെ മരിച്ചീനിയിലെ കീടനിയന്ത്രണ മാർഗങ്ങൾ എന്നിവയും മേളയിലെ പ്രത്യേകതയായി. കൃഷിക്കാരുടെ മികച്ച കാർഷിക വിളകളും ഇതോടൊപ്പം പ്രദർശിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വളർത്തുമൃഗങ്ങളുടെയും വളർത്തുപക്ഷികളുടെയും പ്രദർശനവും ഒരുക്കിയിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പുതുക്കിയ ദേശീയ കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി, കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവ ഈ വർഷം 2ാം വിളക്കാലത്ത് സംസ്ഥാനത്ത് നടപ്പിലാക്കും. ഇതനുസരിച്ച് ദേശീയ കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നടപ്പു സീസണിൽ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പുഞ്ച നെൽകൃഷിക്കും എല്ലാ ജില്ലകളിലെയും വാഴ, മരിച്ചീനി എന്നീ വിളകൾക്കും പ്രകൃതിക്ഷോഭങ്ങൾ, കീടരോഗാക്രമണം എന്നിവ മൂലമുണ്ടാകുന്ന ഉൽപാദന നഷ്ടത്തിനുമാണ് ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്നത്. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ 2ാം വിളയ്ക്കും 3ാം വിളയ്ക്കും നെൽകൃഷിക്കും വാഴകൃഷി, കരിമ്പ് കൃഷി, കശുമാവ് കൃഷി എന്നിവയ്ക്കുമാണ് ആനുകൂല്യം ലഭ്യമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. റബ്ബർ കൃഷിയുടെ വിവിധ ശാസ്ത്രീയ വശങ്ങൾ ഉൾക്കൊള്ളിച്ച് റബ്ബർ ബോർഡ് ഈ മാസം 5 മുതൽ 9-ാം തീയതി വരെ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പുതുനടിയിൽ വസ്തുക്കൾ, വിളവെടുപ്പ്, മഴമറ, റബ്ബർ പാൽ സംസ്കരണം, സസ്യസംരക്ഷണം, കൃഷിരീതി തുടങ്ങിയ സമഗ്ര വിഷയങ്ങളിലാണ് പരിശീലനം. പരിശീലന ഫീസ് 2500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0481 2 351 313. മറ്റൊരു നമ്പർ 0481 2 353 127. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ നവീകരിച്ച വെബ്സൈറ്റ് പുതുവർഷ ദിനത്തിൽ കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിന്റെ സേവനം ആവശ്യമുള്ളവർക്ക് ഇനി പറയുന്ന അഡ്രസ്സിൽ ബന്ധപ്പെടാം. www.ahd.kerala.gov.in.
കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 13,300 രൂപ, കോഴിക്കോട് 14,500 രൂപ, തൃശൂർ 13,600 രൂപ. കൊപ്ര കൊച്ചി 8,890 രൂപ, കോഴിക്കോട് 9,850 രൂപ, തൃശൂർ 9,100 രൂപ. കുരുമുളക് അൺഗാബിൾഡ് കിൻഡലിന് 69,500 രൂപ, ഗാബിൾഡ് 72,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ സേലം 7,800 രൂപ, ഈറോഡ് 8,400 രൂപ. അടയ്ക്ക പുതിയത് 14,000 രൂപ മുതൽ 15,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,300 രൂപ, RSS 4 ഗ്രേഡ് 12,900 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,300 രൂപ, RSS 4 ഗ്രേഡ് 12,950 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 13,300 രൂപ, കൊപ്ര 8,890 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69,500 രൂപ, ഗാബിൾഡ് 72,500 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 14,000 രൂപ മുതൽ 15,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 260 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450 രൂപ മുതൽ 470 രൂപ വരെ. ജാതിപത്രി 700 രൂപ മുതൽ 775 രൂപ വരെ. ഗ്രാമ്പു 980 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,300 രൂപ, RSS 4 ഗ്രേഡ് 12,900 രൂപ. ഒട്ടുപാൽ 8,200 രൂപ, ലാറ്റക്സ് 8,600 രൂപ. കമ്പോള അവലോകനം. ഏറെ പ്രതീക്ഷകളോടെ കാർഷിക കേരളം പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു. പുതിയ കുരുമുളകും ചുക്കും മഞ്ഞളും നാളികേരവും വിളവെടുപ്പിന് സജ്ജമാകുന്നു. മുൻവർഷത്തെ മികച്ച വില ഇക്കുറിയിൽ ലഭ്യമാകുമെന്ന വിശ്വാസത്തിലാണ് ഉൽപാദകർ. വരവ് ചുരുങ്ങിയതിനാൽ ഈ വാരം കുരുമുളക് 72,500 കയറി. ആഭ്യന്തര ആവശ്യം ചുരുങ്ങിയതിനാൽ ടെർമിനൽ മാർക്കറ്റിൽ ചുക്കുവരവ് കുറഞ്ഞു. അതേസമയം ജാതിക്ക ജാതിപത്രി വിലകളിൽ മാറ്റമില്ല. മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരുമെന്ന നിഗമനത്തിൽ മില്ലുകാർ എണ്ണ റിലീസിംഗ് കുറച്ചു. കൊപ്ര വിലയും മികവ് പ്രതീക്ഷിക്കാം. ടയർ നിർമ്മാതാക്കൾ റബ്ബറിൽ താൽപര്യം കാണിച്ചെങ്കിലും ഷീറ്റ് വില ഉയർന്നില്ല. അനുകൂല കാലാവസ്ഥ റബ്ബർ ടാപ്പിംഗ് മെച്ചപ്പെടുത്തി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.4. കോഴിക്കോട് 34.6, 22.6. കൊച്ചി 31, 22.6. ആലപ്പുഴ 32.2, 22.4. പുനലൂർ 32, 18.5. തിരുവനന്തപുരം 31.4, 19.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.